വലിയൊരു തീപിടുത്തം കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് തീപിടുത്തം ഉണ്ടായത്. രോഗികളുള്ള ബ്ലോക്കിലല്ല തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതൊരു ആശ്വാസമാണ്. പക്ഷേ ഈ കാണുന്നത് പോലെ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. കെട്ടിടത്തിന് മുകളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിൽ വലിയ തോതിൽ തന്നെ പുക ഉയരുന്നുണ്ട്. പുതിയ ബ്ലോക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ രോഗികളില്ല. ഈ AC ഒക്കെ സൂക്ഷിച്ചിരുന്ന റൂമിലാണ് തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? പക്ഷേ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് അല്പസമയം മുമ്പ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പുതിയ ബ്ലോക്കിൽ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകൾ ഭാഗത്തു നിന്ന് വലിയ തോതിൽ തീയും പുകയും ഉയരുന്നുണ്ട്. ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് AC-യുടെ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് മുകളിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. മറ്റ് രോഗികൾക്കോ മറ്റു മനുഷ്യർക്കോ ഒന്നും അങ്ങനെ പ്രശ്നമുണ്ടായതായി അപകടത്തിൽപ്പെട്ടതായുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. രോഗികൾ ആരും ഇല്ലായിരുന്നു ഏറ്റവും മുകൾ നിലയിൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ബ്ലോക്കിലുള്ള മുഴുവൻ രോഗികളോടും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോടൊക്കെ ഇപ്പോൾ പുറത്തു പോകാൻ വേണ്ടി ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗികളെ സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ഫയർ യൂണിറ്റുകളും പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള തീ അണക്കാനുള്ള ശ്രമം ഇപ്പോൾ അവിടെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര നില കെട്ടിടമാണിത് ഷഹീദ്? പക്ഷേ 6-7 നിലയുള്ള കെട്ടിടമാണ്. വലിയ കെട്ടിടമാണ്. ബേബിയുടെ പുതിയ ബ്ലോക്കിലാണ്. മുൻവശത്ത് നേരത്തെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രി അതിന്റെ പിറകിലായാണ് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചത്. കുറച്ചു കാലങ്ങളായി അവിടെ പുതിയ ബ്ലോക്കിൽ രോഗികൾക്ക് പ്രവേശനം ഉണ്ട്, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മുകൾ നിലയിലാണ് ഈ സംഭവം ഉണ്ടായത്, തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. മുകൾ നിലയിൽ നിന്നും തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാതെ നോക്കേണ്ടതുണ്ട്. അടിയന്തരമായി ആ തീ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും അത് ശമിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അതിന്റെ മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രയാസകരമായ ഒരു കാര്യം. കാരണം ഏറ്റവും മുകൾ നിലയായതുകൊണ്ട് തന്നെ അവിടേക്ക് ഫയർഫോഴ്സിനെ വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനിടയിൽ ആണ് രോഗികൾ ഉൾപ്പെടെയുള്ള ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും തീവ്രമായ ശ്രമം, തീയണക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. രാവിലെ ആശുപത്രിയിൽ രാവിലെ കൂടുതലായും അവിടെ IP രോഗികൾക്കൊപ്പം തന്നെ OP ഡോക്ടർമാരെ കാണാനുമൊക്കെയായി നിരവധി ആളുകൾ എത്തുന്ന ഒരു സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ആളുകളും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ താഴെയുള്ള ആളുകളും ആശുപത്രിക്കകത്ത് ഉള്ള ആളുകളൊക്കെ സ്വമേധയാ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. രോഗികളെ അവിടെ അഡ്മിഷൻ ഉള്ള ആശുപത്രി വാർഡുകളിൽ കഴിയുന്ന രോഗികളെ സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.